ഗോവിന്ദപ്പണിക്കർ. അപ്പോൾ മനുഷ്യന് വേറെ ഗതിയൊന്നുമില്ല, മരിച്ചാലെല്ലാം തീർന്നു അല്ലേ? നിന്റെ ഈ മതം പിശാചുക്കൾക്ക് കൊള്ളാം, മറ്റാർക്കും കൊള്ളരുത്. മനുഷ്യന് എങ്ങനെ ഈ കൈകാലുകൾ, കണ്ണ്, മൂക്ക്, ചെവി മുതലായ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടായി? ഇതെല്ലാം ഇത്ര ശരിയായും വെടുപ്പായും എന്ത് കാര്യകാരണങ്ങളാണ് ഉണ്ടാക്കിയത്? മാധവൻ. ശരി, അച്ഛൻ്റെ ചോദ്യം ഒന്നാം തരം. അച്ഛൻ ഗോവിന്ദൻകുട്ടിയോട് ചെയ്ത ചോദ്യം അല്പം ചില ഭേദങ്ങൾ ചെയ്താൽ നല്ല ഒരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ചെയ്ത പോലെയുള്ള ഒരു ചോദ്യമായി വരും. ആ ചോദ്യം ഞാൻ ചെയ്യാം. ജഗത്ത് മുഴുവനും താനെ ഒരു പ്രത്യേക സൃഷ്ടാവ് ഇല്ലാതെ ഉണ്ടായി വന്നത് എന്നോ ഗോവിന്ദൻകുട്ടിയുടെ സിദ്ധാന്തം? ഗോവിന്ദൻകുട്ടി മേനോൻ. അതെ, ഒരു പ്രത്യേക സൃഷ്ടാവ് ഉണ്ടാക്കിയതാണെന്ന് വിചാരിപ്പാൻ സംഗതിയില്ലെന്ന് ഞാൻ പറയുന്നു. മാധവൻ. അങ്ങനെ അഭിപ്രായപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ചുരുക്കത്തിൽ സ്പഷ്ടമായി പറയൂ. ഗോവിന്ദൻകുട്ടി മേനോൻ. ചുരുക്കത്തിൽ സ്പഷ്ടമായി പറയാൻ പ്രയാസം. മാധവൻ എന്നെപ്പോലെ തന്നെ ഈ സംഗതിയെപ്പറ്റി പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ജ്യേഷ്ഠൻ അറിയാൻ മാത്രം ചുരുക്കി പറയാം. ചുരുക്കി പറയുന്നതിൽ എൻ്റെ താല്പര്യം സ്പഷ്ടമായി കാണിപ്പാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ പുസ്തകത്തിൽ തന്നെ ഓരോ ഭാഗങ്ങൾ വായിച്ചു പറയാം. മിസ്റ്റർ ബ്രാഡ്ലാവിൻ്റെ പുസ്തകത്തിൽ അധികവും ഭാഗം ക്രിസ്ത്യാനി വേദത്തിൽ ജഗൽ സൃഷ്ടി ഉണ്ടായ സ്വഭാവത്തെയും കാലത്തെയും പറയുന്നത് എല്ലാം ശുദ്ധമേ കളവും അസംഭവ്യമാണെന്ന് കാണിപ്പാനുള്ള സംഗതികളെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതുകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ട് ആവശ്യമില്ല. വാള്ളസ്, ഡാർവിൻ മുതലായ പല ശാസ്ത്രജ്ഞന്മാർ ജഗതുൽപ്പത്തിയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് സൂക്ഷ്മമായി ആലോചിച്ചാൽ ഈ കാണുന്ന സകല ചരാചരങ്ങളും എവല്യൂഷൻ എന്ന ഉൽപ്പത്തി സമ്പ്രദായ പ്രകാരം താനെ ഉത്ഭവിച്ച് വന്നതാണെന്ന് കാണാം. ഡാർവിൻ പറയുന്നു, സാധാരണ സാധനങ്ങൾക്ക് പകർച്ച, വളർച്ച, നാശം ഇതുകൾ സ്വഭാവേന ഉള്ളതാകുന്നു. ഓരോ സാധനം ഒരു പ്രകാരത്തിലും ഗുണത്തിലും ഇരിക്കുന്നത് കാലാന്തരം കൊണ്ട് മറ്റൊരു പ്രകാരത്തിലും ഗുണത്തിലും ആയി വരുന്നു, പിന്നെയും മാറുന്നു, പിന്നെയും വളരുന്നു. ഇങ്ങനെ അനന്തകോടി സംവത്സരങ്ങളാൽ ഒരു സാധനം വേറെ സാധനങ്ങളുമായുള്ള ചേർച്ചയാലോ ആവശ്യങ്ങളാലോ അതിൻ്റെ ഒന്നാമത്തെ ഗുണവും സ്വഭാവവും വിട്ട് ക്രമേണ മറ്റൊരു സ്വഭാവത്തിലും ഗുണത്തിലുമായി വരുന്നു. ഇത് സാധാരണ സർവപദാർത്ഥങ്ങളിലും താനേ ഉള്ള ഒരു ശക്തിയാണ്. ഇതുപ്രകാരം തന്നെയാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തിയും. ആദ്യത്തിൽ എത്രയോ അണുമാത്രമായ ഒരു ജീവജന്തു ക്രമേണ അനവധി കാലം കൊണ്ടും ജീവന്റെ ആവശ്യപ്രകാരവും ആഗ്രഹപ്രകാരവും അതിനൊത്ത ദേഹാകൃതികളെ സ്വൽപ്പം ഭേദമായി അതാതു കാലത്ത് മാറി കാലക്രമേണ ഇപ്പോൾ നാം കാണുന്നത് പോലെ മനുഷ്യന്റെ ദേഹാകൃതിയിലും സ്വഭാവത്തിലും വന്നുചേർന്നിരിക്കുന്നു. ഇതിന് ദൃഷ്ടാന്തമായി പല സംഗതികളെയും ഡാർവിൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകം ഒരു സൃഷ്ടാവ് ഈ ജഗത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും വെവ്വേറെ ഉണ്ടാക്കിയതല്ലെന്ന് കാണിപ്പാൻ പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട്. നനവുള്ള പുതുമണ്ണിൽ കുറെ തീയിട്ടോ മറ്റോ ചൂട് പിടിപ്പിച്ച ശേഷം തണുപ്പുള്ളതായ ഒരു സാധനം കൊണ്ട് സാധാരണ വായുവിന് സ്പർശിപ്പാൻ പാടില്ലാത്ത വിധം ഒരു 4-5 മണിക്കൂർ ആ സ്ഥലത്തെ അടച്ചു മൂടിയതിൽ പിന്നെ ആ അടപ്പ് എടുത്തു നോക്കിയാൽ പലപ്പോഴും ആ സ്ഥലത്ത് ലക്ഷോപലക്ഷം ചെറിയ സ്വരൂപങ്ങളുള്ള ചിതൽ എന്ന് പറയുന്ന വെളുത്ത ഒരു വക പ്രാണികൾ ഇളകി പതച്ചു നടക്കുന്നത് കാണുന്നു. എവിടെ നിന്നാണ് ഇത്ര അനവധി ചിതലുകൾ ഇത്ര ക്ഷണം കൊണ്ടുണ്ടായത്? ദൈവം അപ്പോൾ ഉണ്ടാക്കിയതോ? ഇത് പെറ്റുണ്ടായതോ? അതല്ല ചില കാരണങ്ങൾ അന്യോന്യം സംശ്രയിച്ചപ്പോൾ താനെ ഉണ്ടായി വന്നതോ? പിന്നെ അതിൽ ഒരു ചിതലിനെയോ അല്ലെങ്കിൽ അതിൽ അല്പം വലിയ ഒരു പുഴുവിനെയോ വേട്ടാളൻ എന്ന് പറയുന്ന ഒരു പ്രാണിയെടുത്ത് അതിൻ്റെ കൂട്ടിൽ വയ്ക്കുന്നു. 10-15 ദിവസം ആ വേട്ടാളനുമായി സമ്പർക്കിച്ചിരിക്കുമ്പോഴേക്ക് ആ പുഴു താനെ വേട്ടാളനായി തീരുന്നു. ഇങ്ങനെയുള്ള ചില്ലറയായ സാധനങ്ങൾ നോക്കിയാൽ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാവുന്ന സ്വഭാവം അറിയാം. ഈ ജഗത്ത് എല്ലാം അനാദിയായ കാലശക്തിയാലും ഓരോ വസ്തുക്കളുടെ സംശ്രയങ്ങളാലും സംശ്രയാഭാവങ്ങളാലും താനെ ഉണ്ടായി നിറഞ്ഞു വന്നതും താനെ നശിച്ചു പോകുന്നതുമാകുന്നു എന്നേ വിചാരിപ്പാൻ വഴിയുള്ളൂ. ഹക്സലി എന്ന ഒരു മഹാവിദ്വാൻ പറയുന്നു,
ജീവനുള്ള സകല ജന്തുക്കളുടെയും അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയ വികാരങ്ങളോട് സംയുതങ്ങളായ സകല ശരീരങ്ങളുടെയും ഉൽപ്പത്തിയെ നോം സൂക്ഷ്മമായി ശാസ്ത്ര സിദ്ധാന്തമായ അറിവോടുകൂടി നോക്കുമ്പോൾ ഓരോ ജന്തു ആദിയിൽ ഉത്ഭവിച്ചത് ഓരോ പ്രത്യേക കാരണങ്ങളിൽ നിന്നാണെന്ന് വെളിവായി കാണാം. നമ്മൾ ചുറ്റും കാണുന്ന അനന്തകോടി ജീവജാലങ്ങൾ ഈ കാരണങ്ങളിൽ താനെ ഉത്ഭവിച്ചും വളർന്നും പരന്നും നശിച്ചും കാണാതെയായും വരുന്നതും കാണുന്നു. ഇത് സാധാരണ പല ജീവജാലങ്ങളിൽ സ്വതസിദ്ധമായ ഒരു ശക്തിയാകുന്നു. അങ്ങനെയുള്ള ശക്തി ഇല്ലാതെ ജീവജാലങ്ങൾ ഒന്നും തന്നെയില്ല. ഇങ്ങനെയാണ് ഹക്സലി എന്ന മഹാവിദ്വാന്റെ അഭിപ്രായം. ബ്രാഡ്ല എന്നാൾ പറയുന്നു, നമുക്ക് ഇതുവരെ കിട്ടിയിടത്തോളമുള്ള അറിവുകളിൽ നിന്ന് ആദിയിൽ മനുഷ്യരെ കണ്ട കാലത്തിൽ അവർ ഇപ്പോൾ കാണുന്ന പ്രകൃതവും സ്വഭാവവും ഉള്ള മനുഷ്യരെ പോലെ ആയിരുന്നില്ല. ആദ്യത്തിൽ കണ്ടതായി അറിയപ്പെടുന്ന കാലത്ത് മനുഷ്യൻ ഏതാണ്ട് ഒരു മൃഗം പോലെ ശുദ്ധ മൃഗങ്ങളുമായി തമ്മിൽ തല്ലി മല്ലിട്ടും കൊണ്ട് ഗുഹാവാസം ചെയ്ത് കഴിച്ചിരുന്ന ഒരു ജന്തു തന്നെയായിരുന്നു. എന്നാൽ ക്രമേണ ഇപ്പോൾ മനുഷ്യൻ എത്ര ശക്തനും ബുദ്ധിമാനും സർവവിദഗ്ധനും ആയിത്തീർന്നിരിക്കുന്നു. ഇത് പ്രകാരം തന്നെ ഇപ്പോൾ നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ളതിനും പ്രാചീനമായി വളരെ കോടി സംവത്സരങ്ങൾ മുമ്പുള്ള സ്ഥിതി ഇനി നോക്കി അറിവാൻ സാധിക്കുന്നുവെങ്കിൽ ഇന്ദ്രിയനിഷ്ഠമായ ജീവനെ വഹിക്കുന്നതിന് മുമ്പ് പലവിധ ജീവദശകളിൽ ഇപ്പോൾ കാണുന്ന സമർത്ഥനായ ഈ മനുഷ്യർ കിടന്നിരുന്നു എന്ന് ഒരു സമയം കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിങ്ങനെയാണ് ബ്രാഡ്ല പറയുന്നത്. ഗോവിന്ദപ്പണിക്കർ: മനുഷ്യർ ആദ്യം ഗുഹയിൽ മൃഗത്തിനെ പോലെ കിടന്നു എന്ന് ആര് വിശ്വസിക്കും? പക്ഷേ ബിലാത്തിയിൽ അങ്ങനെ ആയിരുന്നുവായിരിക്കാം. അതുപോലെ മൃഗപ്രായമായ മനുഷ്യൻ ഇപ്പോഴുമുണ്ട്, ഇല്ലേ മാധവ? മാധവൻ: ഉണ്ട്. ആഫ്രിക്ക രാജ്യത്ത് സാമാന്യം മൃഗങ്ങളെ പോലെയുള്ള മനുഷ്യർ ഇപ്പോഴുമുണ്ട്. ഗോവിന്ദൻകുട്ടി മേനോൻ: പണ്ട് ഞാൻ പറഞ്ഞ കാലം ഞാൻ പറഞ്ഞ മാതിരിയേ അതിന് മനുഷ്യർ ഉണ്ടായിരുന്നുള്ളൂ. ഗോവിന്ദപ്പണിക്കർ: അതിന് എന്ത് പ്രമാണം? ഗോവിന്ദൻകുട്ടി മേനവൻ: ശാസ്ത്രപ്രകാരമുള്ള അറിവ് തന്നെ. ഗോവിന്ദപ്പണിക്കർ: എന്തു ശാസ്ത്രം? നീ പേർ പറഞ്ഞ സായ്വന്മാരുണ്ടാക്കിയ ശാസ്ത്രമോ? ഗോവിന്ദൻകുട്ടി മേനവൻ: അവരും അവരെ പോലെയും അതിലധികവും ശാസ്ത്രപരിജ്ഞാനമുള്ള ആളുകൾ എഴുതിയ പല ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഗോവിന്ദപ്പണിക്കർ: എന്നാൽ നീ ഇപ്പോൾ പറഞ്ഞതിൽ ഒരസ്തമാത്രം ഹിന്ദുശാസ്ത്രപ്രകാരം അല്പം ഒക്കുന്നുണ്ട്. നീ പറഞ്ഞ പ്രകാരം തന്നെ നമ്മളുടെ ശാസ്ത്രത്തിലും ആദ്യം തൃണം മുതൽ പല ജന്മങ്ങളും കഴിഞ്ഞിട്ട് വേണം മനുഷ്യജന്മം കിട്ടാനെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയെല്ലാം വരുന്നത് വാസനാരൂപമായി ദൈവകൽപ്പനയാലാണെന്നാകുന്നു നമ്മുടെ ശാസ്ത്രം. ഗോവിന്ദൻകുട്ടി മേനോൻ: ശരി, ജ്യേഷ്ഠൻ അത്രത്തോളം സമ്മതിച്ചുവോ? ഗോവിന്ദപ്പണിക്കർ: ഞാൻ എന്ത് സമ്മതിച്ചു? നീ പറഞ്ഞത് യാതൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല, ഒരിക്കലും സമ്മതിക്കുകയുമില്ല. ഈശ്വരൻ ഇല്ലെന്നല്ലേ നീ പറയുന്നത്? അത് ഈ ജന്മം സമ്മതിപ്പാൻ പാടില്ല. മഹാ അബദ്ധമായ സിദ്ധാന്തമാണ് ഈശ്വരൻ ഇല്ലെന്നുള്ളത്. സർവജഗതന്തര്യാമിയായി കാരുണ്യമൂർത്തിയായുള്ള ഒരു സൃഷ്ടാവ് ഈ ജഗത്തിന് ഇല്ലെന്ന് ശുദ്ധഭ്രാന്തൻ മാത്രമേ പറയുകയുള്ളൂ. ഗോവിന്ദൻകുട്ടി മേനവൻ: ഞാൻ ഒരു കാരുണ്യമൂർത്തിയെയും ജഗതന്തര്യാമിയെയും കാണുന്നില്ല. ഗോവിന്ദപ്പണിക്കർ: ആട്ടെ, ഈ നിരീശ്വര സിദ്ധാന്തികൾ ഈയിടെ ഈ വിധം ഓരോ ബുക്ക് എഴുതി തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇതിന് എത്രയെത്രയോ മുമ്പും ഇപ്പോഴും ഇനി എത്രയോ കാലവും ഈ കാണുന്ന സകല മനുഷ്യരും ദൈവവന്ദനം ഓരോ പ്രകാരത്തിൽ ചെയ്തു വന്നിരിക്കുന്നു എന്നും ചെയ്തു വരുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. നിരീശ്വര മതക്കാർ ആകപ്പാടെ 10 ആളുകൾ ഉണ്ടാവുമോ ഗോവിന്ദൻകുട്ടി? ഗോവിന്ദൻകുട്ടി മേനോൻ: അനവധി ലക്ഷം ആളുകൾ ഇപ്പോൾ നിരീശ്വര മതക്കാരുമുണ്ട്. അത് പക്ഷേ പുറത്തറിയുന്നില്ല. ഭൂമിയിലുള്ള ജനങ്ങളെക്കുറിച്ച് കണക്കെടുക്കുന്നത് എല്ലാം ഓരോ മതത്തിലുള്ള ആളുകൾ ഇത്ര എന്നാണ്. ഇതിൽ ഓരോ മതത്തിൽ നിരീശ്വര മതക്കാർ വളരെ ഉണ്ടായിരിക്കും. എന്നാൽ അത് കണക്കിൽ കാണിക്കാറില്ല.
ഈ ഭൂമിയിലെ ആകെ ജനങ്ങളിൽ 405 കോടി 6 ലക്ഷം പേർ ബുദ്ധമതക്കാരും 399 കോടി 2 ലക്ഷം പേർ ക്രിസ്ത്യാനി മതക്കാരും 204 കോടി 2 ലക്ഷം പേർ മുഹമ്മദീയ മതക്കാരും 174 കോടി 2 ലക്ഷം പേർ ഹിന്ദു മതക്കാരും 50 ലക്ഷം പേർ ജൂതന്മാരും മറ്റോരോ പ്രകാരം വിഗ്രഹാരാധനക്കാരായ പല വകയായി 118 കോടി മനുഷ്യരും ഉണ്ടെന്ന് ബ്രാഡ്ലാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നു. എന്നാൽ മതത്തിന്മേൽ സ്ഥാപിച്ച് എടുത്തിട്ടുള്ള ഈ കണക്ക് എത്രയും തെറ്റാണെന്ന് അദ്ദേഹം കാണിക്കുന്നു. പഠിപ്പും അറിവും അധികമായുള്ള യൂറോപ്പ് രാജ്യനിവാസികളിലും അമേരിക്ക രാജ്യനിവാസികളിലും അനവധി മഹാന്മാരായ ആളുകൾ നിരീശ്വര മതക്കാരാണെങ്കിലും പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക മതക്കാരായി കണക്കിൽ തെറ്റായി ചേർത്തിരിക്കുന്നു എന്നാണ് അയാളുടെ അഭിപ്രായം. അത് ശരിയാണെന്നുള്ളതിലേക്ക് ലേശം സംശയമില്ല. ഇപ്പോൾ മലയാളത്തിൽ കാനേഷുമാരി കണക്ക് എടുത്തതിൽ എന്നെ ഹിന്ദുമതക്കാർ എന്നല്ലേ ചേർത്തിരിക്കുന്നത്? എന്നാൽ ഞാൻ വാസ്തവത്തിൽ ഹിന്ദുമതക്കാരനല്ലല്ലോ. ഈ തെറ്റ് സർവ്വസാധാരണയായി ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ദൈവം ഉണ്ടെന്ന് വിചാരിക്കാതെയും വന്ദിക്കാതെയും ഉള്ളവർ വളരെ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും എത്ര ഉണ്ടെന്ന് ഇപ്പോൾ കണക്കാക്കാൻ പ്രയാസമായി വരുന്നു. ഗോവിന്ദപ്പണിക്കർ: മഹാപാപം ഇത് കേൾക്കുന്നത്. കലിയുഗധർമ്മം എന്നേ പറയുന്നുള്ളൂ. ഗോവിന്ദൻകുട്ടി മേനോൻ: എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ച് എന്തിന് ജ്യേഷ്ഠൻ വ്യസനിക്കുന്നു? കലിയുഗത്തിൽ മനുഷ്യർ നിരീശ്വര മതക്കാരായി വരണമെന്ന് ജ്യേഷ്ഠൻ പറയുന്ന ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ പിന്നെ ഞങ്ങൾ നിരീശ്വര മതക്കാരായത് ആശ്ചര്യമോ? ഹിന്ദുക്കളുടെ ശാസ്ത്രത്തെ പോലെ ഇത്ര അയുക്തിയായി എന്തെങ്കിലും ഉണ്ടോ? ഒരിടത്ത് പറയുന്നു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് ഭാവിയായി ഉണ്ടാവാൻ പോകുന്ന സകല അവസ്ഥകളെയും തലയിലോ മറ്റോ ബ്രഹ്മാവ് എഴുതി വച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെ എഴുതി തീർച്ചയാക്കിയ കാര്യത്തിൽ പിന്നെ മനുഷ്യന് എന്തൊരു ശക്തിയാണുള്ളത്? നീ ഇന്ന പ്രകാരത്തിൽ ജീവിക്കണം, നീ ഇത്ര മനുഷ്യരെ കൊല്ലണം, നീ ഇത്ര മനുഷ്യരെ രക്ഷിക്കണം, നീ ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്യണം എന്ന് വെളിവായും തീർച്ചയായും എഴുതി വിട്ടിട്ടാണ് അത്രേ മനുഷ്യൻ്റെ ഉത്ഭവം. പിന്നെ ആ സാധുവായ മനുഷ്യന് എന്ത് സ്വശക്തിയാണുള്ളത്? അവനോട് കൽപ്പിച്ചതിനെ അവൻ ചെയ്യുന്നു. പിന്നെ അവൻ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ചോ ഗുണകർമ്മത്തെക്കുറിച്ചോ എന്തിന് പാപി എന്നും സുഹൃതി എന്നും പറയുന്നു? കലിയുഗത്തിൽ ജനങ്ങൾക്ക് ഈശ്വരസ്മരണ ഉണ്ടാകയില്ല. അനേകവിധ പാപകർമ്മങ്ങൾ ചെയ്യും. മഴ വേണ്ട പോലെ ഉണ്ടാവുകയില്ല. ഭൂമി വിളയുകയില്ല. ശുദ്ധാശുദ്ധമില്ലാതെ ആവും. ബ്രാഹ്മണരെ ഹിംസിക്കും. ഗോവധം ചെയ്യും. നീചന്മാർക്ക് മഹത്വം വരും. ഇങ്ങനെ പലവിധ കൽപ്പനകളും ചെയ്തു വെച്ചതായി പറയുന്നു. പിന്നെ ഈ കൽപ്പനകൾ പ്രകാരം ഓരോ കാര്യം കാണുമ്പോൾ എന്താണ് ഇത്രയെല്ലാം ജ്യേഷ്ഠൻ ആക്ഷേപിക്കുന്നത്? ജ്യേഷ്ഠൻ കലിയുഗ മനുഷ്യനല്ലേ? ജ്യേഷ്ഠന് ഈ കൽപ്പനകൾ സംബന്ധിക്കില്ലേ? മഹാകഷ്ടം! ഇങ്ങനത്തെ വിഡ്ഢിത്തമുണ്ടോ? ഇങ്ങനത്തെ അയുക്തി ഉണ്ടോ? ബ്രാഹ്മണരുടെ പ്രാധാന്യതയ്ക്കും യോഗ്യതയ്ക്കും വേണ്ടി മാത്രം അവരിൽ ചിലർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളല്ലാതെ ഹിന്ദുക്കൾക്ക് ഈ വക സംഗതികളെപ്പറ്റി അറിവിന് വേറെ യാതൊരു മാർഗവുമില്ലല്ലോ. പിന്നെ എന്തു ചെയ്യും? വിഡ്ഢിത്തം എഴുതി കാണുന്നത് എല്ലാം സാധുക്കൾ വിശ്വസിക്കുന്നു. മാധവൻ: ഗോവിന്ദൻകുട്ടി ഇപ്പോൾ പറഞ്ഞത് വലിയ ഭോഷത്വമാണ്. ബ്രാഹ്മണർ എഴുതിയിട്ടുള്ള ചില വിലപിടിച്ച പുസ്തകങ്ങളെക്കുറിച്ച് സ്വല്പമെങ്കിലും ഗോവിന്ദൻകുട്ടിക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം പറയുന്നതല്ല. ഇംഗ്ലീഷ് മാത്രം പഠിച്ച ബ്രാഡ്ലാവിൻ്റെ ബുക്കും ഡാർവിൻ, വാളസ്, ഹക്സലി, ഹർബർട്ട് സ്പെൻസർ മുതലായവരുടെ ബുക്കുകളും വായിച്ച് അതിലുള്ള യോഗ്യതകളെ മാത്രം അറിഞ്ഞതിനാൽ യോഗ്യതയുള്ള ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കൾ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഗോവിന്ദൻകുട്ടി എങ്ങനെ പറയും? ഗോവിന്ദൻകുട്ടി മേനോൻ: ഡാർവിൻ മുതലായ മഹാശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയ പുസ്തകങ്ങളും നമ്മളുടെ സംസ്കൃതത്തിൽ അയുക്തികളാലും അസംഭവ്യാവസ്ഥകളാലും നിറയപ്പെട്ടിട്ടുള്ളതായ ഭാരതം, ഭാഗവതം, രാമായണം, സ്കാന്ദം മുതലായ പുരാണങ്ങളും ഒരുപോലെയാണെന്ന് മാധവൻ പറയുന്നുവോ? മാധവൻ: അസംബന്ധമായി ധൃതഗതിയായി സംസാരിക്കരുത്. സാവധാനത്തിൽ ആലോചിച്ച് പറയൂ. ഹർബർട്ട് സ്പെൻസർ മുതലായവർ എഴുതിയത് ഈയിടെയാണ്. നമ്മളുടെ ഹിന്ദുക്കളുടെ ഇടയിൽ മഹാന്മാരായ ഗ്രന്ഥകർത്താക്കന്മാരും അദ്വൈതികളും ഉണ്ടായിട്ട് ഇപ്പോഴേക്ക് 1-2000 സംവത്സരങ്ങൾ കഴിഞ്ഞു. ഈ 1-2000 സംവത്സരങ്ങളിൽ കിട്ടിയ അറിവുകൾ കൂടി ഇപ്പോഴത്തെ ഇംഗ്ലീഷ് വിദ്വാൻമാർക്കുണ്ട്. അവർ മുമ്പുള്ള വിദ്വാൻമാരെക്കാൾ അധികം അറിവുള്ളവർ തന്നെ.
അതിൻ്റെ കാരണം അവർ പിമ്പുള്ള വിദ്വാൻമാരാകയാൽ. എന്നാൽ ഗോവിന്ദൻകുട്ടി ഹിന്ദുമതത്തെ ദുഷിക്കുന്നതിന്മേൽ ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഹിന്ദുമതം ഇപ്പോൾ ആചരിച്ചു വരുന്ന മാതിരി വളരെ അയുക്തിയായും പൂർവ്വ അപര വിരോധങ്ങളായും ഉള്ള ഉപദേശങ്ങളിന്മേൽ ആണെന്നുള്ളതിലേക്ക് എനിക്ക് സംശയമില്ല. അങ്ങനെ തന്നെയാണ് പ്രായേണ ലോകത്തിലുള്ള മറ്റെല്ലാ മതങ്ങളും. ഗോവിന്ദൻകുട്ടി മേനോൻ: പിന്നെ മാധവൻ ഞാനത് പറഞ്ഞതിന്മേൽ എന്തിന് ആക്ഷേപിച്ചു? മാധവൻ: പറയാം. ഗോവിന്ദൻകുട്ടി പറഞ്ഞത് ഹിന്ദുക്കൾക്ക് സംസ്കൃതത്തിലുള്ള സകല ബുക്കുകളും ഒരുപോലെ പൂർവ്വ അപര വിരോധങ്ങളായുള്ള സംഗതികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, വേറെ ഈ സാധുക്കൾക്ക് യാതൊരു ബുക്കുകളും ഇല്ലെന്നാണ്. പിന്നെ ഈ വക ബുക്കുകൾ ഏതെല്ലാമാണ് സംസ്കൃതത്തിൽ ഉള്ളതെന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞു കേട്ടതിലും എനിക്ക് ആശ്ചര്യം തോന്നി. ഭാരതം, ഭാഗവതം, സ്കാന്ദപുരാണം അല്ലേ? ഇതാണ് ഹിന്ദുക്കളുടെ പ്രധാന ഗ്രന്ഥങ്ങൾ അല്ലേ? വിചിത്രം തന്നെ. ഗോവിന്ദൻകുട്ടി മേനോൻ: അല്ലേ, ഈ ഗ്രന്ഥങ്ങളെയല്ലേ മുഖ്യമായി പറയുന്നത്? മാധവൻ: അതെ, ഈ ഗ്രന്ഥങ്ങളെ മുഖ്യമായി പറയുന്നുണ്ട്. അതുപ്രകാരം തന്നെ ഇംഗ്ലീഷിൽ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്, ഷേക്സ്പിയറുടെ നാടകങ്ങൾ ഇതുകളെയും പറയുന്നുണ്ട്. മിൽട്ടൺ, ഷേക്സ്പിയർ ഇവരെല്ലാം എഴുതിയ കാര്യങ്ങൾ വേറെ, ഡാർവിൻ, വാളസ് മുതലായവർ എഴുതിയ കാര്യം വേറെ. സോക്രട്ടീസ്, സെനക്ക മുതലായവരുടെ സിദ്ധാന്തങ്ങളെ കാണിക്കുന്ന പുസ്തകങ്ങളും മിൽട്ടൻ്റെയും ഷേക്സ്പിയറിൻ്റെയും ബുക്കുകളും തമ്മിൽ എന്ത് സംബന്ധമാണ്? അതുപോലെ ഇപ്പോൾ നാം സംസാരിക്കുന്ന സംഗതിയിൽ ഹിന്ദുക്കൾക്കുള്ള പുസ്തകങ്ങൾ രാമായണവും ഭാരതവുമല്ല. ഗോവിന്ദൻകുട്ടി മേനോൻ: പിന്നെ ഏതാണ്? മാധവൻ: ഇപ്പോൾ ഗോവിന്ദൻകുട്ടി എന്ത് വാദം ചെയ്യുന്നുവോ, അതായത് നിരീശ്വര മത സിദ്ധാന്തം തന്നെ അതിമഹാന്മാരായ ഹിന്ദുക്കൾ എത്രയോ മുമ്പ്, ഏകദേശം 2000 സംവത്സരങ്ങൾക്ക് മുമ്പേ ചെയ്തിട്ടും ഒരുവിധം സ്ഥാപിച്ചിട്ടുമുണ്ടെന്ന് ഞാൻ കാണിച്ചാലോ? ഗോവിന്ദൻകുട്ടി മേനോൻ: അങ്ങനെയുണ്ടോ? മാധവൻ: പിന്നെയോ, ഒന്നും അറിയാതെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാതെ സാവധാനത്തിൽ കേൾക്കൂ. ഗോവിന്ദ പണിക്കർ: എന്താണ് കുട്ടാ നീ പറയുന്നത്? ഹിന്ദുക്കൾക്ക് നിരീശ്വരമതം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മാധവൻ: സംശയം കൂടാതെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. സാംഖ്യം എന്ന് പറയുന്ന കപില മഹർഷിയുടെ സിദ്ധാന്തം എന്തായിരുന്നു? 6 വിധമാണ് ഹിന്ദുക്കൾക്ക് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്നാമത് കപിലൻ്റെ നിരീശ്വര സാംഖ്യ സിദ്ധാന്തം, രണ്ടാമത് പതഞ്ജലിയുടെ യോഗവും ഭഗവത്ഗീതയും, മൂന്നാമത് ജൈമിനിയുടെ പൂർവമീമാംസ, നാലാമത് വ്യാസന്റെ ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്തം, അഞ്ചാമത് ഗൗതമന്റെ നൈയായിക സിദ്ധാന്തം, ആറാമത് കണാദന്റെ വൈശിഷ്യക സിദ്ധാന്തം. ഇതിൽ കപിലന്റെ സാംഖ്യം ശുദ്ധ നിരീശ്വരത്തെ ഉപദേശിക്കുന്നു. ഗോവിന്ദൻകുട്ടി മേനവൻ: അങ്ങനെയോ? അങ്ങനെയുണ്ടോ? ഗോവിന്ദ പണിക്കർ: നിരീശ്വരമതം ഇല്ല നമ്മുടെ ശാസ്ത്രത്തിൽ, ഇല്ല. മാധവൻ: ഉണ്ട്. എന്നാൽ ആ സിദ്ധാന്തം ശുദ്ധ അദ്വൈതികൾ പറയും പ്രകാരം തന്നെത്താൻ അറിയുന്നതാണ് ദൈവത്തെ അറിയുന്നത് എന്ന് മാത്രമാണ്. ഏത് പ്രകാരമായാലും ഇതെല്ലാം യുക്തിയുക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസം. ഈ സംഗതിയെപ്പറ്റി എത്ര വാദിച്ചാലും ഒരു ഫലവും ഉണ്ടാവുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ നിരീശ്വര സിദ്ധാന്തത്തെപ്പറ്റി ഗോവിന്ദൻകുട്ടി തന്നെ പറഞ്ഞ ഹക്സലി എന്ന ശാസ്ത്രജ്ഞൻ്റെ സ്വന്തമായ അഭിപ്രായം തന്നെ ഒരിടത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എനിക്ക് മനഃപാഠമായി തോന്നും. അതിൻ്റെ തർജ്ജമ ഞാൻ പറയാം. അച്ഛൻ അത് ആലോചിച്ച് ഹക്സലി എന്ന മഹാവിദ്വാൻ നിരീശ്വര മതക്കാരനോ എന്ന് തീർച്ചയാക്കുകയേ വേണ്ടൂ. ആ മഹാവിദ്വാൻ പറയുന്നു: നിർഭാഗ്യവശാൽ ഇതുവരെ ഞാൻ വായിക്കേണ്ടി വന്നു പോയിട്ടുള്ള യുക്തിശൂന്യമായും സാരമില്ലാത്തതായുമുള്ള ചില പ്രസംഗങ്ങളിലും കവനങ്ങളിലും വെച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ചേഷ്ടകളെയും സ്വരൂപത്തെയും അവസ്ഥയെയും കുറിച്ച് ചില വിദ്വാൻമാർ അറിഞ്ഞു എന്നു നടിച്ച് അതുകളെ തെളിയിക്കുന്നവയാണെന്ന് ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ള ചില സംഗതികളെ പോലെ അബദ്ധമായും അയുക്തിയായും പരിഹാസയോഗ്യമായും ഞാൻ വേറെ ഒരു സാധനം മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് ദൈവം ഇല്ലെന്ന് തെളിയിപ്പാൻ മുൻ പറഞ്ഞവരുടെ പ്രതികൂല തന്ത്രക്കാരായ ചില നിരീശ്വര മതക്കാർ എഴുതിയിട്ടുള്ള ഭോഷത്വങ്ങളെയും ദുര്യുക്തികളെയും ആകുന്നു.
ഈ ദുര്യുക്തികൾ ഞാൻ മുൻപിൽ പറഞ്ഞ വിദ്വാൻമാരുടെ ദുര്യുക്തികളേക്കാൾ പക്ഷേ അധികരിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇങ്ങനെയാണ് ഹക്സലി എന്ന മഹാവിദ്വാന്റെയും മറ്റ് അനവധി അതിബുദ്ധിമാന്മാരായ ബിലാത്തിക്കാരുടെയും അഭിപ്രായം ഇപ്പോൾ നിൽക്കുന്നത്.